PSC ടോക്സിലേക്ക് എവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീണ്ടും അധ്യാപന അഭിരുചിയുമായി ബന്ധപ്പെട്ട് LP-UP ഇൻ്റർവ്യൂകളിൽ സാധാരണയായി ചോദിച്ച് വരാറുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ചോദ്യങ്ങൾ മാത്രമാണ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ഉത്തരങ്ങൾ ഞാൻ പറയുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടേതായ ഉത്തരങ്ങൾ നിങ്ങൾ ആലോചിച്ച് കണ്ടെത്തുകയും അത് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം നിങ്ങൾക്ക് ഈ ചോദ്യം ലഭിക്കുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ടത്. നമുക്ക് വൈകിക്കേണ്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ദിവസേന ക്ലാസ്സിൽ വൈകി വരുന്ന ഒരു കുട്ടിയെ തിരുത്താൻ താങ്കൾ എന്ത് മാർഗമാണ് അവലംബിക്കുക? നമുക്കുത്തരം പറയാവുന്ന ഒന്ന്: അവൻ്റെ പ്രശ്നങ്ങൾ എന്തെന്ന് അവനോടും അവൻ്റെ മാതാപിതാക്കളോടും ചോദിച്ചറിയും. പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കാം. അവനിൽ ആത്മവിശ്വാസവും സ്വാഭിമാനവും വളർത്താനായിട്ട് ഇത് സഹായിക്കും. മിക്കപ്പോഴും എന്തെങ്കിലും കുട്ടികളുടെ വീടുകളിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അവർ സ്ഥിരം നേരം വൈകി വരാനുള്ള കാരണം. അത് ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഉചിതമായ മാർഗം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: താങ്കളുടെ സ്കൂളിൽ നേരിട്ട ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് താങ്കളെയാണ് ഏൽപ്പിച്ചത് എങ്കിൽ അതിൽ താങ്കൾ പരാജയപ്പെടുകയാണ് എന്ന് സങ്കല്പിക്കുക. അത്തരം ഒരു സാഹചര്യത്തിൽ താങ്കൾ അവലംബിക്കുന്ന മാർഗം എന്താണ്? പ്രശ്നപരിഹാരത്തിനായിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഒപ്പീനിയൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ ഉപയോഗിക്കാം. എങ്കിൽ പോലും മറ്റ് അധ്യാപകരുടെയും പ്രധാന അധ്യാപകൻ്റെയും സഹായം തേടുക എന്നത് മികച്ച ഒരു കാര്യമാണ്. എന്നിട്ടും പ്രശ്നപരിഹാരം സാധ്യമാകുന്നില്ലെങ്കിൽ തൊട്ടടുത്ത സ്കൂളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നിങ്ങൾ പരിഹരിച്ചത് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. കാരണം പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള സ്കൂളിലെ അധ്യാപകരുമായി തീർച്ചയായും നമുക്കൊരു സൗഹൃദം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച് പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ ആ പ്രശ്നം മറ്റ് സ്കൂളുകളും നേരിടുന്നു എങ്കിൽ അവിടെ അവരോടും നമുക്ക് എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് ചോദിക്കാം. അവർ അതിനായിട്ട് സ്വീകരിച്ച മാർഗം വിജയപ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ അതിവിടെയും നമുക്ക് അവലംബിക്കാവുന്നതാണ്. ചോദ്യം: ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ, ഡിജിറ്റൽ ഡിവിഷൻ എന്നിവ തമ്മിലുള്ള വ്യത്യാസം. സമൂഹത്തിൽ ലഭ്യമായിട്ട് വരുന്ന നൂതനവും അതിനൂതനവും സാങ്കേതിക മുന്നേറ്റം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഉപകരണങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ലഭ്യമാക്കുമ്പോഴാണ് അത് ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ ഉണ്ടാകുന്നത്. എല്ലാ പുതിയ ഉപകരണങ്ങളും എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കുക എന്നതാണ് ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ. എന്നാൽ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ പലപ്പോഴും ഡിജിറ്റൽ ബാക്ക്വേർഡ്നെസ്സിന് കൂടി അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു അതിനൂതന സാങ്കേതിക വിദ്യ ആദ്യം സമൂഹത്തിലെ ഒരു 100 പേർക്കാണ് ലഭ്യമാകുന്നു എങ്കിൽ ആ സമൂഹത്തിലെ ബാക്കിയുള്ളവർ ഡിജിറ്റലി ബാക്ക്വേർഡ് ആകുന്നു. സാങ്കേതിക സൗകര്യങ്ങൾ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നുമുള്ളൊരു വിഭജനം അവിടെ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള ഈ വിഭജനത്തെയാണ് ഡിജിറ്റൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സഹ അധ്യാപകരുമായി താങ്കൾ ഇങ്ങനെയുള്ള പെരുമാറ്റമാണ് നൽകുന്നത്. ഒരു അധ്യാപകൻ താങ്കളെ കുറ്റപ്പെടുത്തിയാൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അധ്യാപനം എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രക്രിയയാണ്. ആ സ്കൂളിലെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കണമെങ്കിൽ സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സംഘബോധനം എന്ന നൂതന ആശയത്തിൻ്റെ കടന്നുവരവാണ് ഇപ്പോൾ. അപ്പോൾ സഹാധ്യാപകരോടും അവരോടെല്ലാം വിനയത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടിയുള്ളൊരു പെരുമാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചർച്ചയിലും സംവാദത്തിലും കൂടി ഇരു കൂട്ടർക്കും ധാരാളം പരസ്പരം പഠിക്കാനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ താങ്കളെ കുറ്റപ്പെടുത്തിയാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായും നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള അധ്യാപകർ ആ കുറ്റം ചൂണ്ടിക്കാട്ടുന്നത്. അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ നയം എന്നിവിടെ വ്യക്തമാക്കാവുന്നതാണ്. താങ്കളുടെ മക്കൾ ഏതു സ്കൂളിലാണ് പഠിക്കുന്നത്? അവിടുത്തെ സ്കൂളിനില്ലാത്ത എന്ത് നേട്ടമാണ്, അതായത് ഗവൺമെൻറ് സ്കൂളിലില്ലാത്ത എന്ത് നേട്ടമാണ് ആ സ്കൂളിൽ ഉള്ളത്? ഗവൺമെൻറ് സ്കൂളിലല്ല നിങ്ങളുടെ മക്കൾ പഠിക്കുന്നത് എങ്കിൽ അതിന് തീർച്ചയായും നിങ്ങളുടേതായ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഗവൺമെൻറ് സ്കൂളിലാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ചേർത്തത്?
അതിൻ്റെ നമുക്ക് പറയാം. അതല്ല നിങ്ങളൊരു അൺഎയ്ഡഡ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം. അതല്ല നിങ്ങൾക്ക് വീടിന് തൊട്ടടുത്തുള്ള സ്കൂളാണ്, അവൈലബിൾ ആയിട്ടുള്ള സ്കൂളാണ് നിങ്ങളുടെ കുട്ടികളെ വിടുന്നത് എങ്കിൽ അതായാലും നിങ്ങൾക്കിവിടെ പറയാവുന്നതാണ്. എന്നിരുന്നാലും ആ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന ചോദ്യം, പഠിപ്പിക്കുമ്പോൾ താങ്കൾ ഊന്നൽ നൽകുന്നത് പാഠഭാഗം സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണോ അതോ കുട്ടികൾക്ക് ആശയഗ്രഹണം നടത്തി എന്ന് ഉറപ്പുവരുത്താനാണോ? പാഠഭാഗം പൂർത്തീകരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികളിൽ ആ പാഠഭാഗം പൂർത്തീകരിച്ചാൽ മാത്രമേ അതിനെ തുടർന്ന് വരുന്ന, ഇപ്പോൾ പ്രത്യേകിച്ചും LP ക്ലാസ്സുകളിൽ ഒരു തുടർച്ചയാണ്. അപ്പോൾ മുൻപത്തെ ക്ലാസ്സിലെ ഒരു പാഠഭാഗം അവസാനിപ്പിക്കാതെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പലപ്പോഴും അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടലുകളും കുറയ്ക്കലുകളും എല്ലാം ഒരു ചെയിനായിട്ടാണ് പഠനത്തിൽ വരുന്നത്, ചാക്രിക രീതിയിൽ. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും കുട്ടികളിൽ ആശയഗ്രഹണത്തിന് അവസരം നൽകിക്കൊണ്ടുള്ളൊരു പാഠഭാഗം പൂർത്തീകരിക്കുക എന്ന ഇതാണ് ഏറ്റവും മികച്ച കാര്യം. കാരണം ആശയഗ്രഹണം ഇല്ലാതെ വെറുതെ പഠിപ്പിച്ചു പോകലും കുട്ടികളിൽ ഈ ആശയം പതിയാതിരുന്നു കഴിഞ്ഞാൽ പാഠം പഠിപ്പിക്കാതെ ഇരിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകളാണ്. രണ്ടും ഇമ്പോർട്ടൻറ്റും ആണ്. അടുത്ത ചോദ്യം, ജ്ഞാനനിർമ്മിതിവാദത്തിൽ പഠനത്തിന് പ്രചോദകമാകുന്ന ഏറ്റവും നല്ല അവസ്ഥ. ഇതേവരെ നാം പിന്തുടരുന്ന വ്യവഹാരവാദത്തിൽ നിന്ന്, അതായത് 2007 വരെ നാം പിന്തുടർന്നു വന്നത് വ്യവഹാരവാദമാണ്. അതിൽ നിന്നും ജ്ഞാനനിർമ്മിതിവാദത്തിലേക്കുള്ളൊരു ചുവട് മാറ്റമാണ് 2007 KCFൽ കണ്ടു തുടങ്ങിയത്. ജ്ഞാനനിർമ്മിതിവാദത്തിൽ പഠിപ്പിക്കുന്നതിന് പകരം പഠിപ്പിക്കുന്നതിന് പകരം പഠിപ്പിക്കുക. അതായത് കുട്ടികളെ ആക്ടിവിറ്റീസിലൂടെയും അതുപോലെ സ്വയം പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള രീതികളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ജ്ഞാനനിർമ്മിതിവാദത്തിലൂടെ പറയുന്നത്. വ്യവഹാരവാദത്തിൽ ടീച്ചർ കുട്ടികൾ എന്നുള്ള രണ്ടൊരു കൺസെപ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികൾ പഠിക്കുന്നു. ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ജ്ഞാനനിർമ്മിതിവാദമെന്ന് നിങ്ങൾക്കിവിടെ സമർത്ഥിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ പഠനത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു കുട്ടി മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതായി കണ്ടാൽ താങ്കൾ ഏറ്റെടുക്കുന്ന മാർഗം എന്തായിരിക്കും? പ്രധാനമായും ആ കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ടത്. കുട്ടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചിലപ്പോൾ അതിനുവേണ്ടി ഒരു ദീർഘകാലത്തെ കേസ് സ്റ്റഡി വേണ്ടിവരും. കുട്ടികൾ പെട്ടെന്ന് തന്നെ പ്രശ്നം തുറന്നു പറയണമെന്നില്ല. രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരത്തിന് സാധ്യമായത് ചെയ്യുക എന്നാണ് ഏറ്റവും മികച്ച രീതി. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾ, CWSN ടൈപ്പ് കുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടത് ഏത് വഴിയിലൂടെയാണ്? നമ്മുടേത് ഉൾക്കൊള്ളൽ നയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ നാം സാധാരണ സ്കൂളിൽ പ്രവേശിപ്പിച്ച് പ്രത്യേകം പരിഗണന നൽകി പഠിപ്പിക്കുക തന്നെ വേണം. മറ്റു കുട്ടികൾക്ക് ഒരു പ്രശ്നം സൃഷ്ടിക്കാത്ത തരത്തിലുള്ള ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു അധ്യാപകൻ്റെ ചുമതലയാണ്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിപ്പോൾ അടുത്ത് സംഭവിച്ച ഏതെങ്കിലും ഇൻസിഡൻസ് കോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ പറയാവുന്നതാണ്. ഒപ്പം തന്നെ കുന്നംകുളം ഈ അടുത്ത് ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നതും ഇവിടെ നമുക്ക് സൂചിപ്പിക്കാം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നീങ്ങിപ്പോവുകയാണെങ്കിൽ അതെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങളാണ്. പ്രധാന അധ്യാപകൻ കുട്ടിക്ക് LP കഴിഞ്ഞ് UPയിലേക്ക് ചേരാൻ വന്ന ആ കുട്ടീനെ അധ്യാപകൻ മാറ്റി നിർത്തിയതും അതിനെ തുടർന്ന് ഒരു എഴുത്തുകാരിയായ അമ്മയായിരുന്നു. എന്നിട്ടും ആ അമ്മയ്ക്ക് അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ടി വന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്ത് നമ്മളെ കുട്ടികളെ, അതായത് വയ്യാത്ത കുട്ടികളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പഠനം പറയുന്നു എങ്കിലും പലയിടത്തും അത് നടക്കുന്നില്ല എന്ന് കാണുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളും നമുക്കിവിടെ വ്യക്തമാക്കാം. വളരെ റയറായിട്ട് വരുന്ന കേസുകളാണെങ്കിൽ പോലും അത്തരത്തിലൊരു സംഭാഷണം അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം അവിടെ പറയാവുന്ന ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം,
വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എപ്പോൾ? 2002 വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. 86 ഭരണഘടനാ ഭേദഗതിയായി അവതരിപ്പിച്ച നിയമം 2009 ആഗസ്റ്റ് 26 പാസ്സാകുന്നത്. 28 നിയമമായി 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. എഴുതിയെടുക്കേണ്ട ഒന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, 2002 പാസ്സാക്കിയത് എങ്കിൽ പോലും 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് എത്ര മുതൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെയാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് ആർട്ടിക്കിൾ 21A പ്രകാരം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 21A പ്രകാരമാണ് ഇത് ഉത്തരവാദിത്തമായിട്ട് പറയുന്നത്. പ്രൈമറി അധ്യാപക പരിശീലനത്തിനായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എവർക്കും അറിയുന്ന കാര്യമാണ്, ഡയറ്റാണ്. പ്രൈമറി അധ്യാപക പരിശീലനത്തിനായിട്ട് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. കേന്ദ്ര സർക്കാരിൻ്റെ ഏത് വകുപ്പാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ വിഭവശേഷി വികസന വകുപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ വിഭവശേഷി വികസന വകുപ്പാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് എന്ന്? 1959 കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത്. 1959. ഗണിതത്തിലെ ഒരു പ്രശ്നത്തിന് കുട്ടികൾ ഉത്തരം കണ്ടെത്തി. ഉത്തരം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കുട്ടിയോട് പറയാൻ ആവശ്യപ്പെടുന്നു എങ്കിൽ ഇവിടെ നിങ്ങൾ കുട്ടിയുടെ ഏത് കഴിവാണ് വിലയിരുത്താൻ ശ്രമിക്കുന്നത്? തീർച്ചയായും അറിവ് രൂപീകരിച്ചതിന് പിന്നിലെ അറിവിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ ഉത്തരം കിട്ടിയത്? ചിലപ്പോൾ കുട്ടികൾ മിക്കപ്പോഴും നമ്മൾ പഠിപ്പിച്ച രീതിയിൽ ചെയ്യണമെന്നില്ല. അവർ കണ്ടുപിടിച്ച അറിവ് എങ്ങനെയാണ് അവർക്ക് ലഭിച്ചതെന്നാണ് നാം ഇവിടെ അന്വേഷിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് മാർക്ക്, ശിക്ഷ, ഇമ്പോസിഷൻ, റാങ്ക് എന്നിവയൊക്കെ നൽകി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് എങ്കിൽ നിങ്ങൾ ഏതു മനഃശാസ്ത്രവാദം പിന്തുടരുന്ന അധ്യാപകനാണ്? ശിക്ഷ, ഇമ്പോസിഷൻ, റാങ്ക് എന്നിവയൊക്കെ നൽകി പഠിപ്പിക്കുന്നവർ മിക്കപ്പോഴും വ്യവഹാരവാദ രീതി പിന്തുടരുന്ന ഒരു അധ്യാപകനായിരിക്കും. മാർക്കിംഗ് രീതിയാണോ ഗ്രേഡിംഗ് രീതിയാണോ LP UP തലത്തിൽ അഭികാമ്യമായി നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും മാർക്കിംഗ് രീതിയേക്കാൾ ഗ്രേഡിംഗ് രീതിയാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഏതാണ് അഭികാമ്യം എന്ന് തോന്നുന്നത് എങ്കിൽ പറയാം. എന്താണ് മാർക്കിംഗ് രീതി, എന്താണ് ഗ്രേഡിംഗ് രീതി എന്നുള്ളതും ഇവിടെ പറയാവുന്നതാണ്. പഠിതാക്കളിലെ പ്രകടന നിലവാരം സംഖ്യാരൂപത്തിൽ വിലയിരുത്തുന്ന രീതിയാണ് മാർക്കിംഗ് രീതി. ഇതനുസരിച്ച് ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഒരു പരീക്ഷയിൽ 100-ൽ 60 മാർക്കും തൊട്ടടുത്ത കുട്ടിക്ക് 59 മാർക്കും ലഭിക്കുമ്പോൾ ആദ്യത്തെ ആളെ നാം 1-ാം ക്ലാസ് ഫസ്റ്റ് എന്നും രണ്ടാമത്തെ കുട്ടിയെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ കുട്ടിയെന്നും വിലയിരുത്തും. ഇവിടെ അളക്കാൻ ഉപയോഗിച്ച ഉപകരണം അതിസൂക്ഷ്മമല്ലാത്തത് കൊണ്ട് തന്നെ അളവ് രീതിയും തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിൽ പഠിതാക്കളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അവരെ ഏതാനും വർഗങ്ങളായി തിരിക്കുകയാണ് ഗ്രേഡിംഗ് രീതി. ഏതാനും വർഗങ്ങളായി തിരിക്കണം. ഈ ഗ്രേഡിംഗ് 5 പോയിന്റ് സ്കെയിൽ, 7 പോയിന്റ് സ്കെയിൽ, 9 പോയിന്റ് സ്കെയിൽ എന്നിങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഗ്രേഡിംഗ് രീതിയിൽ അളക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ 10 മുതൽ 8 വരെ മാർക്കുള്ളവർക്ക് A+ അങ്ങനെ കൊടുക്കണം. അപ്പോൾ ചെറിയൊരു മാർക്ക് വ്യത്യാസമാണെങ്കിൽ പോലും അവർ ഒരു തലത്തിൽ ഉൾപ്പെടുകയാണ്. ഇത് കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഇതാണ് പ്രത്യേകിച്ച് മാർക്കിംഗ് രീതിയേക്കാൾ നല്ലത് ഗ്രേഡിംഗ് രീതി തന്നെയാണ്. ഇതിനിടയിൽ ഒരു ചോദ്യം ഉൾപ്പെടുത്താൻ മറന്നുപോയത്, ക്ലാസ് ഇല്ലാത്ത വേളയിൽ താങ്കൾ അധ്യാപകരുടെ മുറിയിൽ വെച്ച് എന്ത് ചെയ്യുകയായിരിക്കും? ക്ലാസ് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. എനിക്ക് തോന്നുന്ന ഒരു ഉത്തരമാണ്, ഒരു അധ്യാപകന് ക്ലാസ് ഇല്ലാത്തൊരു സാഹചര്യമേ ഇല്ല എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതെങ്കിലും ഒരു സമയം ഒഴിവ് കിട്ടുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയായിരിക്കണം, അത് കൂടുതൽ മികച്ചതാക്കാൻ എന്തു ചെയ്യണം, അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു മുന്നൊരുക്കം നടത്തുകയാണ്